വേദിയിലും സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമുക്കറിയാം, നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു സംഗീത മത്സര പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുന്നതിനായിട്ടാണ്. ശ്രീരാഗം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സ് പേരാമ്പ്ര 5 വർഷക്കാലത്തോളമായി പേരാമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഏകദേശം 300-ൽ പരം വിദ്യാർത്ഥികൾ സംഗീതം അഭ്യസിച്ചുകൊണ്ട് പേരാമ്പ്രയിലെ ചരിത്രത്തിൽ തന്നെ ഇടം നേടിക്കൊണ്ട് ഞങ്ങൾ ജൈത്രയാത്ര മുന്നോട്ട് ദൈവാനുഗ്രഹത്താൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലത്ത് പേരാമ്പ്രയിലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു മത്സര പരിപാടി, മ്യൂസിക്കൽ റിയാലിറ്റി ഷോ, സൂപ്പർ സിംഗർ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ, ഈ ഒരു മത്സര പരിപാടി ഇന്ന് ഇവിടെ നടക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ പേരാമ്പ്രയിലെ ചരിത്രം തന്നെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ കലാസ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സംഗീത മത്സര പരിപാടി ആദ്യമായിട്ടാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്നാമതായി, സംഗീതം അഭ്യസിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഒരു അവസരം എന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഏകദേശം 118ഓളം ആളുകളാണ് ഈ ഒരു മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. നമ്മുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് പേരാമ്പ്രയിൽ നടക്കുന്ന വലിയ ഒരു സദസ്സിൽ ഇതിൻ്റെ ഫൈനൽ മത്സരം നടക്കുകയും ആ ഫൈനൽ മത്സരത്തിൽ 3 കാറ്റഗറികളായിട്ട് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന 3 പേർക്ക് ഞങ്ങൾ സ്വർണ്ണ നാണയമാണ് 1ാം സമ്മാനമായിട്ട് നൽകുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു ശ്രമം തന്നെയാണ്. ഇന്ന് ഇവിടെ ഈ വേദിയിൽ മഹനീയ പ്രിയ ഗുരുക്കന്മാര് ഇവിടെ എൻ്റെ വേദിയിൽ, നമ്മുടെ വേദിയിലുണ്ട്, ശ്രീരാഗത്തിന്റെ വേദിയിലുണ്ട്. എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എൻ്റെ ബഹുമാന്യ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള, അറിയപ്പെടുന്ന പിന്നണി ഗാനരംഗത്തും ഒട്ടേറെ ആൽബങ്ങളിലുമൊക്കെ തന്നെ അറിയപ്പെടുന്ന, നിരവധി ഗാനമേള വേദികളിൽ കൂടെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ സതീശൻ നമ്പൂതിരി ചെരണ്ടത്തൂർ സതീശൻ മാഷാണ്. മാഷിനെ ഹൃദയപൂർവ്വം ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് ശ്രീമതി സിന്ധു ടീച്ചറാണ്. സിന്ധു ടീച്ചർ ഞാനൊക്കെ എൻ്റെ ഓർമ്മയുള്ള കാലം മുതൽക്ക് ഗാനമേള കാണാൻ തുടങ്ങിയ കാലങ്ങൾ മുതൽക്ക് ഗാനമേളയിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന സിന്ധു ടീച്ചറിനെ ആരും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പേരാമ്പ്രയിൽ തന്നെ ഒട്ടനവധി വേദികളിൽ സ്വരമാധുരി തെളിയിച്ച എൻ്റെ ഗുരുനാഥ കൂടിയാണ്. എന്നെ പഠിപ്പിച്ച എൻ്റെ സംഗീത ലോകത്തും കൂടെ എനിക്ക് സംഗീതത്തിൽ എൻ്റെ പാട്ടിൻ്റെ വഴികളിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയ ആളുകളിൽ ഒരാളും കൂടിയാണ്. എനിക്ക് വഴികാട്ടി തന്ന ആളുകളിൽ ഒരു ആളും കൂടിയാണ് സിന്ധു ടീച്ചർ. സതീശൻ മാഷ് എനിക്ക് ടീച്ചർക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ശ്രീ ചിന്മയ കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ എൻ്റെ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു സിന്ധു ടീച്ചർ. അന്ന് എൻ്റെ പാട്ടിലുള്ള കഴിവ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫീമെയിൽ വോയിസ് ആയിരുന്നു, പെണ്ണുങ്ങളുടെ ശബ്ദമായിരുന്നു. ശബ്ദം മാറാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു. 18 വയസ്സ് 19 എൻ്റെ ശബ്ദം മാറുന്നത്. ആ സമയത്ത് ഫീമെയിൽ വോയിസ് ആയിരുന്നു. അപ്പോൾ ടീച്ചർ എനിക്ക് ഈ ചിത്ര ചേച്ചിയുടെ പാട്ടുകളൊക്കെ പഠിക്കാൻ പറയും, പക്ഷെ ഹൈ പിച്ച് ഒന്നും കിട്ടില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, നീ സംഗീതം പഠിക്കണം, പാടാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് സതീശ മാഷിനെ പരിചയപ്പെടുത്തിയത് സിന്ധു ടീച്ചറിന്. ടീച്ചറിന് ഓർമ്മയുണ്ടോ? സതീശ മാഷിനെ പരിചയപ്പെടുത്തിയത് സിന്ധു ടീച്ചറാണ്. കാവ്യാഞ്ജലി എന്ന മാതാ പേരാമ്പ്രയുടെ ഇന്ന് മാതാ പേരാമ്പ്രയുടെ പ്രോഗ്രാം, അന്ന് കാവ്യാഞ്ജലി തുടക്കത്തിൽ അതിൻ്റെ തുടക്കക്കാരാണ് ഞാനും സിന്ധു ടീച്ചറും സതീശ മാഷും ഒക്കെ. അന്ന് എന്നെയും അതിൽ പാടാനായിട്ട് കോറസ് പാടാനും ഒക്കെ ആയിട്ട് എന്നെയും വിളിച്ചിരുന്നു. ആ സമയത്ത് അങ്ങനെയാണ് ഞാൻ സതീശ മാഷിൻ്റെ അടുത്ത് സപ്തസ്വരങ്ങൾ പഠിക്കാനായിട്ട് എത്തിച്ചേരുന്നത്. എന്തായാലും ഈ ഒരു മഹനീയ മുഹൂർത്തത്തിൽ എന്നോടൊപ്പം എൻ്റെ ഗുരുനാഥന്മാരും ഉള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. സിന്ധു ടീച്ചറെയും ഞാൻ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സത്യമാഷ്, നിങ്ങൾക്കറിയാം, നമ്മുടെ ശ്രീരാഗത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്ന സത്യമാഷ് എന്തൊരു കാര്യം നമ്മൾ പറഞ്ഞാലും, ഞാൻ എന്തൊരു ആശയം മുന്നോട്ട് വെച്ചാലും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോഴും സത്യമാഷ് വളരെ സന്തോഷത്തോടെ തീർച്ചയായിട്ടും നമുക്കത് നടത്തണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന സത്യമാഷ്, നമ്മുടെ മാനേജർ, ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ സത്യമാഷയെ ഞാൻ വേദിയിലേക്ക് ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നന്നായിട്ട് ഉഷാറായിട്ട് പാടുക, ആരെയും പേടിക്കണ്ട. ഇവിടെ പിന്നെ നമ്മളെന്താ ചാനലിൽ വിമർശിക്കുന്നത് പോലെ അത്തരത്തിലുള്ള വേറെ കയറി മറിച്ച് അങ്ങനത്തെ യാതൊന്നുമില്ല. നമ്മുടെ കഴിവിന് ആ 5 മിനിറ്റിന്റെ ആ ഒരു പെർഫോമൻസിന് ഇവിടെ വിലയിരുത്തപ്പെടും. ശ്രീരാഗം ഇന്നും എക്കാലം വ്യത്യസ്തമായ പരിപാടികളാണ് രക്ഷിതാക്കളുടെ അഭിപ്രായപ്രകാരം നടത്തി വരാറുള്ളത്. ഇന്ന് നമ്മൾ മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിലേക്ക് കിടക്കുകയാണ്. പിന്നീട് വർഷങ്ങളിൽ വ്യത്യസ്തമായ ധാരാളം പരിപാടികൾ നിങ്ങൾക്കറിയാൻ പറ്റും. അത് സംഗീത ക്യാമ്പായാലും ചിത്രരചന ക്യാമ്പായാലും വാലിൻ്റെ പ്രത്യേക ക്ലാസ്സായാലും ശരി, എല്ലാ മേഖലകൾക്കും തുല്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ശ്രീരാഗം മുന്നോട്ട് പോകുകയാണ്. ഒരുപക്ഷെ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്രയുടെ സാംസ്കാരിക ഭൂമികയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതേമാതിരി ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോയ്ക്ക് നമ്മൾ ആരംഭം നൽകുന്നത്. 200ഓളം കലാകാരന്മാർ മത്സരിക്കുന്ന ഈ പരിപാടി അതിൻ്റെ ആദ്യ സ്റ്റേജാണെന്ന് കൃത്യം 2 മണി തന്നെ നമുക്ക് പരിപാടി തുടങ്ങേണ്ടതാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അതായത് ഈ ധന്യ മുഹൂർത്തത്തിൽ നമ്മളോട് സംസാരിക്കാനും ഇതിൻ്റെ ഔപചാരികമായ വിഗ്രഹം നിർവഹിക്കാൻ വേണ്ടിയിട്ട് സംഗീത മേഖലയുടെ സംഗീതത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയും ധാരാളം വിദ്യാർത്ഥികളുടെ ഗുരുനാഥനായി മാറുകയും എന്നും സംഗീത മേഖല ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് നമുക്കറിയാം. കൂടുതൽ വിവരണത്തിന് തയ്യാറാവുന്നില്ല. സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട സതീശ മാഷെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവരും തന്നെ പാലക്കാടായാലും മറ്റ് മ്യൂസിക് കോളേജായാലും പഠിച്ചിറങ്ങിയവരാണ്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പ്രാർത്ഥന തന്നെ ആ മ്യൂസിക് കോളേജിൽ ഞങ്ങൾ അന്ന് പാടിയിരുന്ന, ഇന്നും പാടിക്കൊണ്ടിരുന്ന നിതാന്തകാന്ത എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രാർത്ഥനയാണ്. അത് പാടുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു കോളേജിൻ്റെ പരിസരത്തേക്ക് എത്തി. അവിടുത്തെ അറ്റ്മോസ്ഫിയർ, 5 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 5 വർഷം ആ ഒരു എല്ലാ ദിവസവും പാടുന്ന നിതാന്തകാന്ത എന്നുള്ള ആ ഒരു അതിവിടെ നിങ്ങൾക്ക് പാടാൻ സാധിച്ചത് ശരിത്ത് അവിടെ നിന്ന് പഠിച്ചു വന്നിട്ട് നിങ്ങൾ പറഞ്ഞു തന്നു എന്ന് തന്നെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇതൊരു റിയാലിറ്റി എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഒരു മത്സരം എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നവർ തമ്മിലാണ് മത്സരിക്കുന്നത്. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ വിദ്യാർത്ഥികൾ, നിങ്ങളുടെ രക്ഷിതാക്കൾ
ഇവരൊക്കെ മുമ്പിൽ വെച്ച് നിങ്ങൾ തന്നെ മത്സരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മത്സരത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അല്ലെങ്കിലും നമ്മൾ നന്നായി പെർഫോം ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് നമുക്ക് അതിന് നേടിയിരിക്കുന്ന അല്ലെങ്കിൽ സ്വർണ്ണമായാലും അതിന് വലുതായാലും കിട്ടും എന്നുള്ളതിന് ഉപരിയായിട്ട് നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുക. നിങ്ങളെ കാണുന്ന ഒരാൾ മുകളിൽ ദൈവം അവരിങ്ങനെ നോക്കൂ, നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, എങ്ങനെ പാടുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത കുട്ടി, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത പാട്ട് പാടാൻ പോകുന്നുണ്ടെങ്കിൽ അവരും ആഗ്രഹിക്കുന്നില്ലേ എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളും ആഗ്രഹിക്കുന്നു, അവരും ആഗ്രഹിക്കുന്നു, മറ്റു കുട്ടി ആഗ്രഹിക്കുന്നു, എല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാവരും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കില്ലല്ലോ, അറിയില്ല. എല്ലാവർക്കും ഫസ്റ്റ് ഒരിക്കലും കൊടുക്കാനാവില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു വിഷമം എന്താ വെച്ചാൽ നന്നായി പാടുന്നവരാണല്ലോ, എല്ലാവരും നന്നായി പാടുന്നവരാണ്. പക്ഷെ അതിന് ഏറ്റവും ബെസ്റ്റ്, ആ ബെസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മത്സരം ഇവിടെ നടക്കുന്നത്. അത് റിയാലിറ്റി ആയ ഏത് മത്സരങ്ങളായാലും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം എന്താവണം? മത്സരത്തിൽ വിജയിക്കുക എന്നതിലുപരി മത്സരത്തിൽ നന്നായി പെർഫോം ചെയ്യുക. നമ്മൾ ഏറ്റവും നന്നായിട്ട് ആ ഗാനത്തെ ഏത് രീതിയിലാണ് ഇപ്പൊ പൊതുവെ ഗാനങ്ങൾ പാടുന്നത്, എല്ലാ മത്സരങ്ങളിലും പാടുന്നത് നമ്മുടെ അറിയപ്പെടുന്ന സിനിമയിലൂടെ വന്ന ഗാനങ്ങളും ക്ലാസിക്കലും ഒക്കെയാണ്, ലളിത ഗാനങ്ങളും മെലഡീസും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ആ സൃഷ്ടിച്ച ഡയറക്ടറുടെ, മ്യൂസിക് ഡയറക്ടർ, ആ പാട്ട് സൃഷ്ടിച്ചിരിക്കുന്ന മ്യൂസിക് ഡയറക്ടർ എന്താണ്, എവിടെ നിന്നാണോ തുടങ്ങുന്നത്, ഏത് രീതിയിലാണ് ഫീലിംഗ് കൊടുക്കുന്നത്, എന്താണ് ആ സാഹചര്യം, അതിന്റെ വാക്കുകൾ എന്താണ്, അതിന്റെ അർത്ഥങ്ങൾ എന്താണ് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ പെർഫോമൻസ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പലർക്കും പല സമയത്തും ശബ്ദങ്ങൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ മാക്സിമം നിങ്ങൾ എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ സമയം നന്നാവട്ടെ, നിങ്ങളുടെ പാട്ട് നന്നാവട്ടെ, നിങ്ങൾ ആ സമയത്ത് പെർഫോം ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആവട്ടെ എന്ന് മാത്രമേ ഈ അവസരം എനിക്ക് പറയാനുള്ളൂ. ഈ പ്രതികാരത്തിൽ സംഘടിപ്പിച്ച ശ്രീജിത്ത് എന്ന അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് ഇടയ്ക്കിടയ്ക്ക് പല പരിപാടികളും വെക്കുന്ന ഒരു സ്ഥാപനമാണ്. മറ്റുള്ള സ്ഥാപനക്കാർക്കൊക്കെ തന്നെ ഭയങ്കര പ്രചോദനമുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ ആ സ്ഥാപനത്തിന്റെ ഇതുപോലുള്ള പരിപാടികൾ നടത്തുന്നതിന് ഞാൻ എപ്പോഴും വീക്ഷിക്കുന്നതാണ്, പ്രത്യേകിച്ച് എന്നെ എപ്പോഴും വെടിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, അതുകൊണ്ട് അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിൽ കാണണം. ഒരു മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട, വിജയിക്കാനല്ല ശ്രമിക്കേണ്ടത്, നന്നായിട്ട് പെർഫോം ചെയ്യാം. നന്നായിട്ട് എനിക്ക് പാടാൻ കഴിഞ്ഞു എന്നുള്ള ബോധ്യം സ്വയം ഉണ്ടാവുക. ആർക്ക് കിട്ടിയാലും നിങ്ങളുടെ വിജയമാണ്. നിങ്ങളുടെ ഒരു കുട്ടിക്ക് കിട്ടിയാൽ നിങ്ങളുടെ വിജയം. തീർച്ചയായിട്ടും എല്ലാവരും നന്നായിട്ട് പാടാൻ ശ്രമിക്കട്ടെ, ആവട്ടെ എന്ന് ഈ അവസരം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. പാട്ട് നമുക്ക് വേണ്ടി പാടിത്തരാം. ആദിജീവഗണം മുതൽക്കു പ്രകൃതി സർഗക്രിയാസാരമാ ജ്യോതിസോടെ നിറഞ്ഞു നിന്നു ഭുവനം കാക്കുന്ന ചൈതന്യമേ, ചോദിക്കുന്ന മനസ്സുകൾക്കു കരുണ വാത്സല്യം ദുഃഖങ്ങളാ നീ തന്നീടുക നിത്യവും തവ കരൾ താരിന്റെ സ്നേഹാമൃതം. മധുമഴ എന്ന ആൽബത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് ഈ നരസിംഹാസിന്റെ വരികൾ പാടാൻ അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നിപ്പോഴൊരു 5-8 മാസം മുമ്പാണ് എൻ്റെ ആ പാട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത്. വേറൊരു പാട്ടുണ്ടായിരുന്നു, അത് ഇത് മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പം ആദ്യത്തെ പാട്ട് പണ്ട് പാടിയ പാട്ടിന് 4 വരി ഞാൻ പാടും, കാരണം അതൊരു ഫുള്ളായിട്ട് ഈ വരികൾ എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് 4 വരി. മോഹങ്ങൾ പൂച്ചൂടി നിൽക്കുന്ന കാലം മോഹിച്ചു പോയത് കുറ്റമാണോ? മോഹങ്ങൾ പൂച്ചൂടി നിൽക്കുന്ന കാലം മോഹിച്ചു പോയത് കുറ്റമാണോ? ആശകൾ വിരിയുന്ന കൗമാരകാലം ആശിച്ചു പോയത് കുറ്റമാണോ? ആശകൾ വിരിയുന്ന കൗമാരകാലം ആശിച്ചു പോയത് കുറ്റമാണോ? മോഹങ്ങൾ പൂച്ചൂടി നിൽക്കുന്ന കാലം മോഹിച്ചു പോയത് കുറ്റമാണോ?
ഈ ശ്രീരാഗത്തിൻ്റെ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ഫാമിലിയിൽ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം ശ്രീ സതീശൻ മാസ്റ്റർ എൻ്റെ ഗുരുവാണ്. സതീശൻ മാസ്റ്റർ കീഴിലാണ് ഞാൻ ഒരുപാട് കാലം സംഗീതം അഭ്യസിച്ചത്. കാരണം നിങ്ങളൊക്കെ ഇപ്പോൾ നല്ല ഭാഗ്യവാന്മാരായ കുട്ടികളാണ്. കാരണം ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ ബേസിക്സ് പഠിച്ചത് എൻ്റെ അച്ഛൻ സംഗീതത്തിനായിരുന്നു. അച്ഛൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടിട്ടാണ് ഗീതം വരെയുള്ള ഭാഗങ്ങൾ ഞാൻ പഠിച്ചത്. പക്ഷെ അന്നൊക്കെ അതിന് ശേഷം നമുക്കൊരു സംഗീതം പഠിക്കണമെങ്കിൽ സ്ഥാപനങ്ങൾ, ഇതുപോലുള്ള സ്ഥാപനങ്ങളില്ലായിരുന്നു. സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു മാസം പോയി കഴിഞ്ഞാൽ അടുത്ത മാസം പോകുമ്പോൾ അവിടെ അധ്യാപകർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ സോപാനത്തിൽ സതീശൻ നമ്പൂതിരി സാർ അതിന് ശേഷമാണ് ഞാൻ സാറിൻ്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചത്. പിന്നെ സത്യൻ മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അധ്യാപന ജീവിതത്തിൽ, ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. അപ്പം എൻ്റെ അധ്യാപന ജീവിതം ഞങ്ങൾ തുടങ്ങിയ കാലത്ത് വളരെ ആസ്വദിച്ചൊരു ഫാമിലി പോലെ നമ്മുടെ മാതാപേരാമ്പ്രയുടെ ഇന്നത്തെ ഡയറക്ടർ കനകദാസ് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ചിന്മയ കോളേജിൽ അടിച്ചു പൊളിച്ച് അധ്യാപന ജീവിതം നയിച്ച ഒരു ടീമാണ് ഈ ഇരിക്കുന്ന സത്യൻ മാസ്റ്ററും ഞാനും വേറെ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. ആ കോളേജിലെ പ്രീ ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിരുന്നു ശ്രീജിത്ത്. അപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ശ്രീജിത്ത് സ്കൂളുകളിൽ, ഇന്നത്തെ കുട്ടികളൊക്കെ സ്കൂളുകളിലൊക്കെ ലളിതഗാന മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതൊന്നും ശ്രീജിത്ത് അങ്ങനെ എന്താ പറയുക മത്സരിക്കാത്ത ഒരു ഉൾവലിഞ്ഞ ഒരു കുട്ടിയായിരുന്നു. കാരണം നമ്മളവിടെ മാതാപേരാമ്പ്ര ഇപ്പോൾ നടത്തുന്ന പരിപാടിയുടെ കാവ്യാഞ്ജലി എന്ന പേരിലായിരുന്നു അന്ന് അത് നടത്തിയിരുന്നത്. അപ്പൊ ആ പരിപാടിക്ക് ലൈവ് പാടിയിരുന്നത് ഞാനും സതീശൻ മാസ്റ്ററും സുരേന്ദ്ര മാസ്റ്റർ. അപ്പം ശ്രീജിത്ത് അത്യാവശ്യം പാടും എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞങ്ങൾ ശ്രീജിത്തിനെ നിർബന്ധിച്ചിട്ട് പാടാൻ വിളിക്കും. ശ്രീജിത്ത് ആണെങ്കിൽ ഭയങ്കര നാണം കുടുങ്ങിയാണ്, ഞാൻ പാടൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ നിർബന്ധിച്ച് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാന്ന് അറിയില്ല. അങ്ങനെ വലിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് പാടിപ്പിക്കുകയായിരുന്നു. അവൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ വോയിസാണ്, ഫീമെയിൽ വോയിസാണ്, ശബ്ദം മാറാത്ത വോയിസാണ്. അപ്പൊ അങ്ങനെ വന്ന് നമ്മുടെ കൂടെ പാടി തുടങ്ങിയപ്പോൾ പിന്നെ ശ്രീജിത്തിനൊരു തോന്നൽ എനിക്ക് പാട്ട് പഠിച്ചാൽ കൊള്ളാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഗാനപോഷണത്തിന് പോകുന്നതാണ് നല്ലത് എന്നൊക്കെ നമ്മളൊക്കെ കൂടി പറഞ്ഞ് അങ്ങനെയാണ് ശ്രീജിത്ത് സതീശൻ നമ്പൂതിരിയുടെ കീഴിൽ പോയി പഠിച്ചു കുറച്ച് ആ ഒരു ഗാനപോഷണത്തിന്റെ ഒരു എൻട്രൻസ് പാസ്സാകാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് ഭാഗങ്ങൾ ആ സമയത്ത് പഠിച്ചു പോയി. അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പൊ ഇന്ന് വളരെ അഭിമാനമുണ്ട്. കാരണം പേരാമ്പ്രയുടെ നമുക്കറിയാം, പേരാമ്പ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക രംഗത്ത് ഒരുപാട് കലാകാരന്മാരും സാംസ്കാരിക നായകന്മാരുമുള്ള വളരെ മനോഹരമായൊരു സ്ഥലമാണ്. നമ്മൾ കോഴിക്കോടിനെ സാഹിത്യ നഗരം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് ഏറെ അഭിമാനിക്കാം. അതിൻ്റെ ഒരു ഭാഗം പേരാമ്പ്രയിൽ ഒരുപാട് ആളുകളുള്ള ഈ ഒരു സ്ഥലത്ത് ഇത്രയും കുട്ടികൾ പഠിക്കുന്ന, വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം ആക്കിയെടുക്കാൻ കഴിഞ്ഞതിൽ ശ്രീജിത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കൂടെയുള്ള എല്ലാ ടീം അംഗങ്ങളെയും അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ Ni